ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടിയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാനായിട്ട് പഠിച്ച പണി 18 ശ്രമിച്ച ഒരു അവിയൽ സഖ്യമാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. ഈ സഖ്യം രൂപീകരിച്ചിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നാലെ നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായാലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലായാലും 8 നില പൊട്ടുന്ന തരത്തിലോട്ടായിരുന്നു ഈ സഖ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത്. അത് കോൺഗ്രസ് ആയാലും പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളായും. ഇപ്പോൾ ഈ നിമിഷം വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈ പാർട്ടികളെല്ലാം തന്നെ എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ നടന്ന ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തോതിലുള്ള തിരിച്ചടി പ്രതിപക്ഷം നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതായത് 12 സീറ്റുകളിൽ 10 സീറ്റും ബി.ജെ.പി തൂത്തുവാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് സംഭവിച്ചത് നമ്മുടെ രാജ്യ തലസ്ഥാനത്താണ്, ഡൽഹിയിലാണ് ഈ ഒരു വിജയം ഇപ്പോൾ ബി.ജെ.പി സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ വാർത്തയൊന്ന് വായിക്കാം. വൻ വിജയം ആവർത്തിച്ചും ബി.ജെ.പി നിർണായകമായ തെരഞ്ഞെടുപ്പിൽ 12ൽ 10 സീറ്റിലും വിജയം. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തകർപ്പൻ വിജയം. 12ൽ 10 വാർഡുകളും നിർണായകമായ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി സീറ്റുകളും ബി.ജെ.പി നേടിയപ്പോൾ ഭരണകക്ഷിയായ എ.എ.പിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഈ പരാജയം കോർപ്പറേഷൻ ഭരണത്തിൽ എ.എ.പിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ MCD വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് ആം ആദ്മി പാർട്ടിയെ തറ പറ്റിച്ചുകൊണ്ട് ബി.ജെ.പി 12 വാർഡ് കമ്മിറ്റികളിലേക്ക് നടന്ന നിർണായക തെരഞ്ഞെടുപ്പിലാണ് മികച്ച വിജയം ബി.ജെ.പി നേടിയിരിക്കുന്നത്. മത്സരം നടന്ന 10 വാർഡുകളിലും ബി.ജെ.പിയാണ് വിജയിച്ചിരിക്കുന്നത്. കോർപ്പറേഷനിൽ നിർണായകമായ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി സീറ്റുകളും ബി.ജെ.പി സ്വന്തമാക്കി. ഭരണകക്ഷിയായ എ.എ.പിക്ക് കേവലം 2 വാർഡുകളിൽ മാത്രമാണ് വിജയിക്കാനായത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വട്ടപൂജ്യമാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ പോലും ഡൽഹിയിൽ ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു നേട്ടമാണ് അവർക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതേസമയം എ.എ.പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ വട്ടപൂജ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടിയെ താഴെ ഇറക്കി കളയാമെന്നുള്ള വ്യാമോഹത്തോടു കൂടി നടക്കുന്ന കോൺഗ്രസ് ആയാലും മറ്റു പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ തകർന്ന തരിപ്പണമായി മാറിയ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നാലെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും കനത്ത പ്രഹരമാണ്. അതായത് ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് ഓരോന്നോരോന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ബി.ജെ.പി തറ പറ്റിച്ച് കളയാമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രതിപക്ഷ ഐക്യം മുന്നോട്ട് പോയതെങ്കിൽ എല്ലാ അർത്ഥത്തിലും തറ പറ്റിയതെന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളായിരുന്നു. കോൺഗ്രസിനോടൊപ്പം നിന്ന ഓരോ പാർട്ടിയും എല്ലാ അർത്ഥത്തിലും ഇല്ലാതാവുന്ന തരത്തിലോട്ട് ഓരോ സ്റ്റേറ്റിലും മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അവിടെ എല്ലാം തന്നെയും ബി.ജെ.പി വലിയ തോതിൽ വിജയം കൈവരിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ നടന്നിരിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തോതിലുള്ള ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ ഈ നടന്നിരിക്കുന്നതെന്ന് പറയുന്നത്. 12 സീറ്റുകളിൽ 12 എണ്ണത്തിൽ 10 എണ്ണവും തൂത്തുവാരുന്ന തരത്തിലോട്ട് അവിടെ ബി.ജെ.പി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എ.പി തല പുകഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ ഡൽഹിയിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഡൽഹിയിൽ ഇപ്പോൾ ഈ പറയുന്ന എ.പിക്കായാലും കോൺഗ്രസിനായാലും നിലം തൊടാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവിടെ എല്ലാ അർത്ഥത്തിലും ഒരു തകർക്കാൻ പറ്റാത്ത തരത്തിലോട്ട് ബി.ജെ.പിയുടെ വളർച്ച മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ എ.പി എന്ന് പറയുന്ന പാർട്ടി ഡൽഹിയിൽ നിഷ്പ്രഭമാവുന്ന തരത്തിലോട്ടാണ് പിന്നെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കാര്യങ്ങൾ മാറിയത്. ഇപ്പോൾ അന്തിമമായിട്ട് നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും എ.പി ഒന്നുമല്ലാതായി മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതും മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ എ.പി സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിലാണ് ഇപ്പോൾ ബി.ജെ.പി തൂത്തുവാരൽ വിജയം നേടിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ എ.പി വളരെ വലിയ തോതിലുള്ള നാണം കെട്ട തോൽവിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നതെന്ന് പറയുന്നത്. കോൺഗ്രസ് പിന്നെ ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു വിജയ നേട്ടം അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള 2029 ലക്ഷ്യമിടുന്ന ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ തോതിൽ ഒരു ഊർജ്ജം നൽകുന്ന തെരഞ്ഞെടുപ്പ് വിജയങ്ങളാണ് ഈ കഴിഞ്ഞ നാടുകളിലൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിജയങ്ങളൊക്കെ തന്നെ എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഐക്യമില്ല. അവർക്കൊന്ന് നിലയുറപ്പിക്കാൻ കാല് ഊന്നാൻ പറ്റാത്ത രീതിയിലോട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്.